നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചില വീഡിയോ ക്ലിപ്പുകളും ചില ചാറ്റുകളും പുറത്തു വന്നതും വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. വീണ്ടും പതുക്കെ ഇതിനെക്കുറിച്ച് വലിയ ഒരു ശ്രദ്ധ ഇപ്പോൾ പിടിച്ചുപറ്റാൻ സാധിക്കുന്നില്ല. കാരണം ഈ 3 ദിവസം ഇത് പുറത്തു വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു ചർച്ച. പക്ഷേ കൂടുതൽ ജനങ്ങളും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത്, അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജനങ്ങളെല്ലാം തന്നെ ഇതിനെ തിരിച്ച് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ രാഹുലിനെ പിന്തുണച്ചും അതുപോലെ തന്നെ രാഹുലിനെ പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായം എഴുതുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ അത് പറയുന്നുമുണ്ട്. ഇതിൽ സീമാജി നായർ നടിയായിട്ടുള്ള അവർ തുടക്കം മുതൽ തന്നെ രാഹുലിനെ ഒപ്പം തന്നെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ രാഹുലിനൊപ്പം നിൽക്കുകയല്ല, ഒരു തരത്തിൽ ഇതിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ശിക്ഷിക്കപ്പെടണം, അല്ലാത്ത പക്ഷം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സീമാജി നായർ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തപ്പോൾ തന്നെ അവർക്കെതിരെ വലിയ രീതിയിൽ ഒരു സൈബർ ആക്രമണം കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് ഈ ഒരു ആരോപണം വീണ്ടും ഉയർന്നു വന്നപ്പോഴും സീമാജി നായർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും രാഹുലിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് ഒരാളെ മാത്രം ക്രൂശിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീമാജി നായർ ഇതിനെ തന്റെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും സംസാരിച്ചത്. ഇപ്പോഴിതാ ലൈംഗിക ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചാണ് നടി പ്രിയങ്ക അനൂപ് രംഗത്ത് വരുന്നത്. രാഹുലിനെതിരെ പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് പ്രിയങ്ക അനൂപ് ഒരു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പുരുഷദിനം ഉദ്ഘാടനം ചെയ്ത് പുരുഷന്മാർക്ക് അനുകൂലമായ പ്രസ്താവനയുമായി പ്രിയങ്ക രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുലിന്റെയും പെൺകുട്ടിയുടെയും ചാറ്റും ശബ്ദരേഖയും ഒക്കെ പുറത്തു വന്നിരുന്നു. നടി സീമാജി നായർ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് വലിയ സൈബർ ആക്രമണവും സീമയ്ക്കെതിരെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്കയും രാഹുൽ അനുകൂലമായി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, വേടനല്ല, ഏത് പുരുഷനായാലും അവർക്ക് നീതി കിട്ടുന്നത് വരെ അവരുടെ കൂടെ നിൽക്കണം. പുരുഷനെ മാത്രം ചവിട്ടി തേയ്ക്കുമ്പോൾ അവരുടെ കുടുംബത്തിരിക്കുന്ന അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും, അതാരും കാണുന്നില്ലേ? എന്താ, അത് സ്ത്രീയല്ലേ? ആ വിഷയം തീരുന്നത് വരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ വീട്ടിൽ അങ്ങനെ ഒന്ന് ഉണ്ടാകട്ടെ, അപ്പോൾ എന്തായിരിക്കും പ്രതികരണം? തെറ്റ് ചെയ്യാത്ത ആളുകൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അവർക്കും ഫാമിലി ഇല്ലേ? അമ്മയും ഭാര്യയും ഒക്കെ സ്ത്രീകളല്ലേ? മകൻ പീഡനത്തിന്റെ ആളാണെന്ന് അമ്മ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അവനവന് വരണം. കുറ്റം ചെയ്താൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം, അതിലൊരു മാറ്റവുമില്ല. അത് തെളിഞ്ഞ ശേഷം മാത്രം. അതിനു മുൻപ് അവരെ തേജോവധം ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് എൻ്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഏതൊരു പുരുഷനാണെങ്കിലും അങ്ങോട്ട് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്ത്രീകൾ നമ്പർ കൊടുത്തിട്ടാണ് വിളിക്കുന്നത്, വാട്സപ്പിൽ നമ്പർ ബ്ലോക്ക് ചെയ്യാം. ഇത്രയും സാങ്കേതിക വിദ്യകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ പുരുഷന്മാരെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത്? എപ്പോഴും ആണുങ്ങളെ പിന്തുണയ്ക്കുകയല്ല, തെളിവ് സഹിതം കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പ്രിയങ്ക കൂട്ടിച്ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതേ നിലപാട് തന്നെയാണ് പല ആളുകളും എടുക്കുന്നത്. തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം രാഹുൽ വിഷയം ഇങ്ങനെ പൊങ്ങി വരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ കോടതിക്കും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുൻപിൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പോൾ ഏത് ജനപ്രതിനിധിയാണെങ്കിലും ഏത് സാധാരണക്കാരനാണെങ്കിലും. പക്ഷേ അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലും ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നില്ല, ഒരു പരാതിക്കാരിയില്ല എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരാളെ മാത്രം ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്നത് തെറ്റാണ്. അതിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തുടരുമെന്ന് തന്നെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് 2 കാലുകളും കുത്തി നിലത്ത് നിൽക്കാൻ സാധിക്കുന്നിടത്തോളം കാലം താൻ തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഉറച്ച ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ നിലപാടിനെ തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വന്നിരുന്നു. പാർട്ടി പരിപാടിയിൽ രാഹുൽ എങ്ങനെ പങ്കെടുത്തു എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ KPCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ്. K. സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
പാർട്ടിയുടെ നടപടി നേരിടുന്ന വ്യക്തി എങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നറിയില്ല. ഇക്കാര്യം പരിശോധിക്കേണ്ടതും KPCC ആണ്. രാഹുൽ പ്രചാരണത്തിനിറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും KPCC ആണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. രാഹുലിൻ്റെതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കേൾക്കേണ്ട ഏർപ്പാടൊന്നുമല്ലല്ലോ അതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി എടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും നടപടിയെടുക്കാൻ CPM-ന് കഴിയുമോ എന്നും ചോദിച്ചു. ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പിന്തുണച്ച് മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. സുധാകരൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചെന്നിത്തലയുടെ പ്രതികരണം. രാഹുൽ നിരപരാധിയെന്നും രാഹുൽ സജീവമാകണമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല, രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായി പോയെന്നും രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നുമാണ് K. സുധാകരൻ പറഞ്ഞിരുന്നത്. അതായത് മുതിർന്ന നേതാക്കൾ, അന്ന് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഒരു മനംമാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്നുമല്ല, ഇതിന് പിന്നിൽ കൃത്യമായിട്ടൊരു ഗൂഢാലോചനയാണോ എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ ചാറ്റും ഓഡിയോ ക്ലിപ്പും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ രാഹുലിനെ ഒരു സമയങ്ങളിൽ, അതും ചില സമയങ്ങളിൽ മാത്രം പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന ഈ രീതിയോട് അതിന് പിന്നിൽ ഇനിയും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ നിലപാടല്ല മറ്റുള്ള നേതാക്കൾക്കുള്ളത്. ഏതായാലും K. സുധാകരൻ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇനി രാഹുലിന് ഒപ്പം വേദി പങ്കിടാൻ അതിൽ തനിക്കൊരു മടിയുമില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും VD സതീശനൊക്കെ തന്നെ തൻ്റെ നിലപാട് അതുപോലെ തന്നെ നിലനിർത്തിയാണ് പോകുന്നത്. ഒരു മയപ്പെട്ട രീതിയിലുള്ള സംസാരമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ പാലക്കാട് കാണാൻ സാധിക്കുന്നത് രാഹുൽ സജീവമാകുന്നുണ്ട്. തനിക്ക് വേണ്ടി അന്ന് തൻ്റെ മത്സര സമയത്ത് അവിടെ തനിക്ക് വേണ്ടി മഴയത്തും വെയിലത്തൊക്കെ തന്നെ ഇറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുന്നത്. പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നടിമാരടക്കം തന്നെ രാഹുലിന് ഒപ്പം പിന്തുണ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒപ്പമുള്ള നിലപാട് ആവർത്തിച്ചു വരുമ്പോഴും കഴിഞ്ഞ ദിവസം PP ദിവ്യ അടക്കം അതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കമന്റ് അല്ലെങ്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിനും കൃത്യമായിട്ട് സീമാജി നായർ പോലുള്ള നടിമാർ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകൾക്ക് എത്രത്തോളം അവർക്കത് പറയാനുള്ള അർഹതയുണ്ട് എന്നായിരുന്നു സീമാജി നായർ തൻ്റെ പോസ്റ്റിലൂടെ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രാഹുൽ വിഷയം വീണ്ടും തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാവുകയാണ്. ഇനിയും ആദ്യ തവണ ഉയർന്നു വന്നതുപോലെ 2 ദിവസം കഴിയുമ്പോൾ ഇതും എല്ലാവരും മറക്കും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും അടുത്ത ഓഡിയോ ക്ലിപ്പും ചില ചാറ്റുകളും പുറത്തു വരിക എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത്.